കഴിഞ്ഞ 59 മാസമായി സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പോലും നടത്താതെ നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന സംഘടനയാണ് സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നും നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റ് ട്രസ്റ്റുകൾക്ക് മാതൃകയാണിതെന്നും അഡ്വക്കേറ്റ് എസ് സഞ്ജയ് ഖാൻ പറഞ്ഞു. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ഒരു താങ്ങുമാണ് നമ്മുടെ ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാഹചര്യം വന്നത്. ഇത് നിസ്സാര കാര്യമായി കാണുമ്പോൾ എത്ര ലക്ഷം രൂപ മുടക്കിയാലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചികിത്സ ലഭ്യമാകുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അത് ഏറ്റെടുത്ത് അത്തരം കാര്യങ്ങൾ ചെയ്ത കരുണാലയത്തോടും പ്രത്യേകിച്ച് നമ്മുടെ ട്രസ്റ്റിന്റെ ഭാരവാഹികളോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. മൂന്നാമതുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ഇത് നമുക്ക് ഇപ്പൊ അക്കൗണ്ടിലാണ് പൈസ വരുന്നത്. അക്കൗണ്ടിൽ പൈസ വരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ വിജയമാകുമോ എന്ന് നമ്മളൊക്കെ ശങ്കപ്പെട്ട ഒരു കാലഘട്ടമുണ്ട്. പിരിക്കാൻ ഒരാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ 3 തവണ പോകേണ്ടി വരുന്നു, 4 തവണ പോകേണ്ടി വരുന്നു. അനിത ചേച്ചി, മുരളിച്ചേട്ടനും ഒക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതിനു മുമ്പ് നമുക്ക് സിന്ധു പ്രമോദായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്, അവരും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മുടെ ട്രസ്റ്റ് കൂപ്പുകുത്താൻ പോകുന്നു. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ നമ്മളൊരു തീരുമാനം എടുത്തു. അത് ബഹുമാനായ നുജും എക്കാടെ ഒരു അഭിപ്രായമാണ് വന്നത്, ഈ QR കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നല്ലതാണെന്ന്. അദ്ദേഹം അതിനുവേണ്ടി കഠിനമായ ഒരു പരിശ്രമം നടത്തി. അദ്ദേഹം QR കോഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ പേപ്പർ വർക്കുകളും എല്ലാം പൂർത്തീകരിച്ച് QR കോഡ് ബാങ്കിൽ നിന്ന് വാങ്ങി എടുക്കുന്നിടം വരെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ ക്രിയാത്മകമായി ചെയ്തു. അതിന്റെ ഈ QR കോഡിന്റെ യഥാർത്ഥ കോപ്പിയൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്ത് ഇറക്കുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ക്രിയാത്മകമായി ചെയ്തു. അത് വളരെ വിജയകരമായി. കാരണം ഇപ്പോൾ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും പൈസ അയക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് എല്ലാവരും പൈസ അയച്ചു തുടങ്ങി. അതൊക്കെ ഒരു വലിയ സന്തോഷകരമായി. ട്രസ്റ്റ് ജനറൽ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനവും ഓണാഘോഷവും കുടുംബസംഗമവും നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ട്രസ്റ്റ് സംരക്ഷിക്കുന്ന കിടപ്പ് രോഗികളുടെ കുടുംബസംഗമവും നടത്തുമെന്നും ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് സഞ്ജയ് ഖാൻ പറഞ്ഞു. ട്രസ്റ്റ് ജീവകാരുണ്യ സഹായ സമിതി ചെയർമാൻ എസ് സുബിരാജ് അധ്യക്ഷത വഹിച്ചു. കുടുംബസംഗമത്തിൽ വെച്ച് ഓണക്കോടിയും ഭക്ഷ്യധാന്യ കിറ്റും പായസ കിറ്റും പച്ചക്കറി കിറ്റും നൽകുവാനും ട്രസ്റ്റ് ജനറൽ കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി മുനിസിപ്പാലിറ്റിയിലെ 35 കൗൺസിലർമാരും പത്രമാധ്യമ സുഹൃത്തുക്കളും പങ്കെടുക്കുന്ന സുഹൃത്ത് സംഗമവും സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. ജനറൽ സെക്രട്ടറി വത്സമ്മ, ട്രഷറർ ആർ രാജശേഖരൻ, പ്രവർത്തക സമിതി ചെയർമാൻ പച്ചയിൽ ബാഹുലേയൻ, സ്ഥാപകർ ട്രസ്റ്റി കുട്ടിയമ്മ കുഞ്ഞപ്പി, സെക്രട്ടറി ആനന്ദ്, ജനറൽ കൗൺസിൽ അംഗങ്ങളായ നൂജും യൂസഫ്, മുരളി, സതീദേവി, ശാന്തമ്മ ജേക്കബ്, അനിത തുടങ്ങിയവർ പ്രസംഗിച്ചു. റിപ്പോർട്ടർ കണ്ണൻ തെന്മല. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.